ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ പാഠഭാഗമാണ്. അതിൽ പേജ് നമ്പർ 80 വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ 85 മുതലാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു കയറിൽ നിന്ന് അതിൻ്റെ മൂന്നിലൊരു ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ മിച്ചമുള്ള ഭാഗത്തിൻ്റെ നീളം 10 മീറ്റർ. കയറിന് എന്ത് നീളം ഉണ്ടായിരുന്നു? അപ്പോൾ ഒരു കയറ് അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം, ഒരു കയറിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ മിച്ചമുള്ള ഭാഗത്തിൻ്റെ അളവ് 10 മീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു കയറെന്ന് പറയുന്നത് എത്ര ഉണ്ട്? ഇതിൽ മൂന്നിലൊരു ഭാഗം, മൂന്നായി തിരിച്ചതിൽ അതിൽ ഒരു ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ അതാണ് 10 മീറ്റർ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആ കയറിന് ആദ്യം എത്ര ലെങ്ത് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? 1/3 ഭാഗം മുറിച്ചു മാറ്റിയാൽ ബാക്കി എത്ര ഭാഗം അവിടെ ഉണ്ട്? 2/3 ഭാഗം അവിടെ ഉണ്ട് അല്ലേ? 1 എന്ന് പറയുന്നത് 3/3 അതിൽ നിന്ന് 1/3 ഭാഗമാണ് മുറിച്ചു മാറ്റിയത്. അപ്പോൾ എന്തുണ്ട്? 2/3 ഭാഗം അവിടെ ഉണ്ട്. അപ്പോൾ ആ 2/3 ഭാഗമാണ് എന്ത്? 10 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2/3 ഭാഗമാണ് 10 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എത്രയാണ്? 10 ഇൻറ്റു ഇവിടെ 2/3 എന്നുള്ളത് നമ്മൾ തിരിച്ചും ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? 3/2 ആവും. ഓക്കെ, അപ്പോൾ 2ൽ 10 5 പ്രാവശ്യം 5 ഗുണിക്കുക 3 15 മീറ്ററാണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് വഴിയൊക്കെ ചെയ്ത് അവസാനം മിച്ചമുള്ള 10 മീറ്ററാണ്. മുറിച്ചു മാറ്റിയത് ആകെ നീളത്തിൻ്റെ 1/3 ഭാഗം. അപ്പോൾ മിച്ചമുള്ള ഭാഗം പറയുന്ന 1 കുറയ്ക്കണം 1/3. 1 എന്ന് പറയുന്നത് 3/3 ആണ്. 3/3 നിന്ന് 1/3 ഭാഗം കുറച്ചപ്പോൾ 3 നിന്ന് 1 കുറച്ചപ്പോൾ 2/3 ഭാഗം. അപ്പോൾ ഈ 2/3 ഭാഗമാണ് എന്ത്? 10 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 2/3 ഗുണിക്കണം എക്സ് എന്ന് എടുക്കുക. അതാണ് 10 മീറ്റർ. ഈ എക്സ് നമുക്ക് അറിയാത്ത എന്തും നമുക്ക് എക്സ് കൊടുക്കാം. അപ്പോൾ എക്സ് ഈ അറിയാത്ത സംഖ്യയാണ്, അതായത് ഇതിൻ്റെ ഒറിജിനൽ എത്രയാണെന്ന് അറിയണം. അപ്പോൾ 10 ഗുണിക്കണം, നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ തിരിച്ചിടും. ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് നമ്മുടെ എല്ലാ പ്രക്രിയകളും ഇവിടെ ഗുണനാച്ച ഇവിടെ ഹരണം, ഇവിടെ കൂട്ടലാച്ച ഇവിടെ കുറയ്ക്കുക, നേരെ ഓപ്പോസിറ്റാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 10ൽ 2 5 പ്രാവശ്യം പോകും. അപ്പോൾ ഇവിടെ ആകെയുള്ള എന്താണ്? 5 ഗുണിക്കണം 15. ഓക്കെ, 15 മീറ്റർ നീളമാണ് ആദ്യം ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഒരു പാത്രത്തിലുള്ള പാലിൻ്റെ പകുതി മിച്ചമുള്ളതിൻ്റെ മൂന്നിലൊരു ഭാഗവും ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ മിച്ചമുണ്ട്. പാത്രത്തിൽ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു? എന്താണ്? ഒരു പാത്രത്തിൽ പാലുണ്ട്. ആ പാലിൻ്റെ പകുതി. ഓക്കെ, പിന്നെ മിച്ചമുള്ളതിൻ്റെ മൂന്നിലൊരു ഭാഗവും ബാക്കിയുള്ളതിൻ്റെ 3 ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം 5 ലിറ്റർ എന്നത് മിച്ചമുള്ളതിൻ്റെ 2/3 ഭാഗമാണ്. കാരണം 1/3 ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 5 ലിറ്റർ ആണ് ഉള്ളത്. 5 ലിറ്റർ എന്നത് ഉപയോഗിച്ചതിൻ്റെ, അതായത് മിച്ചമുള്ളതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ 2/3 ഭാഗമാണ്. ബാക്കിയുള്ളത് 2/3 ഭാഗമാണ്. 1/3 ഭാഗം ഉപയോഗിച്ച് കഴിഞ്ഞ്. അപ്പോൾ ആദ്യത്തെ ഉപയോഗത്തിന് ശേഷം പാൽ എന്ന് പറയുന്നത് 5 ഗുണിക്കണം 3/2. 5 ഗുണിക്കണം 3/2 എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 15, 15/2. 15/2 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇനി ആദ്യത്തെ ഉപയോഗത്തിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു? 7 ലിറ്റർ പാലുണ്ടായിരുന്നു. 7 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1/2 ഭാഗമാണ്. അപ്പോൾ 7 നമ്മൾ 15/2 ഗുണി അപ്പോൾ 15/2 ഗുണിക്കണം 2. അപ്പോൾ 2 കട്ട് ചെയ്തു, അപ്പോൾ 15. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 85 ചോദ്യം നോക്കാം. ഓക്കെ, പേജ് നമ്പർ 85. ആദ്യത്തെ ചോദ്യം, 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ വീതിയും നീളവും എത്ര?
അപ്പം 80 മീറ്റർ ചുറ്റളവ്. ചതുരത്തിൻ്റെ നീളവും വീതി നിങ്ങൾക്കറിയാലോ, 2 കൂട്ടണം നീളം പ്ലസ് വീതിയാണ്. അപ്പോൾ 80 മീറ്ററാണ് ഇത് മൊത്തത്തിലുള്ളത്. 80 മീറ്റർ ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ ഇവിടെ വീതിക്ക് നീളത്തിനൊരു പ്രശ്നമുണ്ട്. വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ നമുക്ക് അറിയാത്തതിനെ നമ്മൾ എക്സ് എന്ന് എടുക്കാം. ഇത് വഴിയൊക്കെ ചെയ്ത് നോക്കാം. ചുറ്റളവിൻ്റെ പകുതി നമ്മൾ കണ്ടു. ചുറ്റളവ് 80 ചുറ്റളവിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 80/2 40. എന്താണെന്നറിയാലോ, 2 ഗുണിക്കണം നീളം പ്ലസ് വീതിയാണ്. അപ്പോൾ നീളം പ്ലസ് വീതി മാത്രമായിട്ട് നമ്മൾ എടുത്തു. ഇനി വീതി എക്സ് ആണ്. നീളം എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ 2 മടങ്ങ് അതിനോട് 1 കൂട്ടിയത്. അങ്ങനെയാണല്ലോ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് കൂട്ടണം 2x കൂട്ടണം 1 സമം 40 ആണ്. അതായത് നീളവും വീതിയും കൂട്ടിയാൽ എത്രയാണ്? 40 ആണ്. ഇതിനെ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാം? 3x, എക്സും 2xും കൂട്ടാം. അപ്പം 3x കിട്ടി. 3x കൂട്ടണം 1 എന്ന് പറയുന്നത് എത്രയാണ്? 40. അപ്പോൾ എക്സ് മാത്രം ആക്കുകയാണ് നമ്മൾ. അപ്പോൾ 40 മൈനസ് 1 അല്ലേ? 3x 40 മൈനസ് 1. 40 മൈനസ് 1 എന്ന് പറയുന്നത് 39. അപ്പോൾ 3x സമം 39. എക്സ് സമം 39/3. 39നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 13. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന വീതിയാണ് കിട്ടിയത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നീളം കിട്ടാൻ എന്താണ്? 2 ഗുണിക്കണം 13 കൂട്ടണം 1. 2 ഗുണിക്കണം 13 എന്ന് പറയുന്നത് 26. 26 കൂട്ടണം 1 എന്താണ്? 27. അപ്പോൾ നമ്മുടെ നീളം എത്രയാണ്? 27 കിട്ടിയത്. അപ്പോൾ ആദ്യം നമ്മൾ ചുറ്റളവിൻ്റെ പകുതി കാണും. അതെന്താണ്? 2 നീളം പ്ലസ് വീതിയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രിയക്കൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2നെ അങ്ങോട്ട് കട്ട് ചെയ്തു. അതെങ്ങനെയാണ്? 80 ഹരിക്കണം 2 40. അപ്പോൾ നീളവും വീതിയും എത്രയാണ്? 40 അപ്പം വീതിയുടെ 2 മടങ്ങിനേക്ക് 1 കൂട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് 2x പ്ലസ് 1 സമം 40 ചെയ്തു. പിന്നെ 3x പ്ലസ് 1 സമം 40 ചെയ്തു. 3x സമം എത്രയാണ്? 40 കുറയ്ക്കണം 1. 3x സമം 39. എക്സ് സമം 39/3 എത്രയാണ്? 13. ഓക്കെ, 13x ആണ് കണ്ടുപിടിച്ചു. അപ്പോൾ 2x കൂട്ടണം 1 നീളം. അപ്പോൾ 2 ഗുണിക്കണം 13 26. 26 കൂട്ടണം 1 27. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു നോട്ടിൻ്റെ ചോദ്യമാണ്. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ. ഓരോന്നും എത്ര വീതം? അപ്പോൾ 100 രൂപയാണ് ചില്ലറാക്കിയത്. 20ഉം 10ൻ്റെ നോട്ടാണ്. അത് എത്ര കിട്ടിയെന്ന് അറിയില്ല. പക്ഷെ ആകെ നോട്ട് എത്ര ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോന്നും എത്ര വീതമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20 നോട്ടുകളുടെ എണ്ണം എക്സ് എന്നും ആക്കുക. 10 നോട്ടുകളുടെ എണ്ണം എത്രയ്ക്ക്? ആകെ നമുക്ക് 7 എണ്ണമല്ലേ കിട്ടിയത്. 10 നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7ൽ എത്രയാണോ കുറഞ്ഞത് അതായിരിക്കും അല്ലേ? 20 നോട്ടിൻ്റെ എണ്ണം കുറഞ്ഞതായിരിക്കും നമുക്ക് 10 രൂപൻ്റെ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 7 കുറയ്ക്കണം എക്സ്. ഇനി നമുക്ക് സമവാക്യം രൂപപ്പെടുത്താം. ഇവിടെ നോക്കും, 20x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20ൻ്റെ നോട്ട്. ഓക്കെ, 20x പ്ലസ് കൂട്ടണം 20x കൂട്ടണം എന്താണ്? 7 മൈനസ് എക്സ്. 7 മൈനസ് എക്സ് എന്താണ്? 10. 10ൻ്റെ എണ്ണമാണ് ഈ പറയുന്നത്. ഓക്കെ, സമയം എത്രയാണ്? ഇത് 2, അതായത് 20ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? 100 അപ്പോൾ 20x നമുക്കൊരു സംശയവുമില്ല. ഇവിടെ 7 മൈനസ് എക്സ് എന്ന് പറയുന്നത് 20 രൂപ കഴിച്ചിട്ടുള്ള ബാക്കി നോട്ടുകളുടെ എണ്ണമാണ്. അപ്പോൾ 20x ഓക്കെ, 10 ഗുണിക്കണം 7 70 കുറയ്ക്കണം 10 ഗുണിക്കണം എക്സ് 10x സമം 100. ഓക്കെ, ഇത് ക്രിയ ചെയ്താണ്. ഇത് 7 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ രണ്ടിനും ഈ ബ്രാക്കറ്റ് വരാണ്. അപ്പോൾ 10നെ നമ്മൾ 7 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 70 കിട്ടി. 10നെ നമ്മൾ എക്സ് കൊണ്ട് ഗുണിക്കണം. അപ്പം 10x എന്നും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എക്സുകളെയൊക്കെ നമുക്ക് ഒരു ഭാഗത്തേക്ക് ആക്കാം. അപ്പോൾ ഇവിടെ 20x ഉണ്ട്. ഓക്കെ, ഇവിടെ 10x ഉണ്ട്. ഓക്കെ, 20 മൈനസ് 10x. പിന്നെ നമ്മുടെ ഈ 100 അല്ലേ,
നമ്മുടെ സംഖ്യകളെയൊക്കെ ഒരു ഭാഗത്തേക്ക് 100 ഈ +70 അപ്പുറത്തേക്ക് പോകുമ്പോൾ -70 സ്ഥലം ഇല്ലാത്തതുകൊണ്ടാട്ടോ മേലെ എഴുതുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 20x കുറയ്ക്കണം 10x എത്രയാണ്? 20x നിന്ന് 10x കുറച്ചാൽ 10x. ഓക്കെ. 100 നിന്ന് 70 കുറച്ചാൽ 30. ഓക്കെ. അപ്പോൾ നമുക്ക് 10x സമം 30. x സമം എത്രയായിരിക്കും? 30/10 സമം എത്രയാണ്? 3. ഓക്കെ. അപ്പോൾ 20 നോട്ട് 3 എണ്ണം ഉണ്ട്. 10 നോട്ട് എന്ന് പറഞ്ഞാൽ 7 നിന്ന് 3 കുറച്ച് 4. അപ്പോൾ ശരിയല്ല. 3 20 എന്ന് പറയുന്നത് എത്രയാണ്? 60 രൂപ. 10 4 എന്ന് പറയുന്നത് 40. അപ്പോൾ 60 40 100 കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ 20 രൂപകളുടെ നോട്ട് എക്സ് എന്ന് എടുത്തു. 10 രൂപയുടെ നോട്ട് 7 - എക്സ്. 7 കുറയ്ക്കണ എക്സ് വന്നത് എന്തുകൊണ്ടാണ്? ആകെ രൂപകളുടെ നോട്ടുകളുടെ എണ്ണം 7 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 നിന്ന് 20 നോട്ട് കുറച്ചാലാണല്ലോ ആ എണ്ണം കിട്ടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 20x + 10 ഗുണിക്കണം 7 - എക്സ് സമം 100. അപ്പോൾ 20x പിന്നെ 10 ഗുണിക്കണം 7 70 10 ഗുണിക്കണം എക്സ് 10x സമം എത്രയാണ്? 100. 20x എന്നും 10x മൈനസ് ചെയ്തപ്പോൾ 10x. 100നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 100 നിന്ന് -70 100 നിന്ന് 70 മൈനസ് ചെയ്തപ്പോൾ 30. ഇതേപോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. ആകെ 54 രൂപയായി ഓരോന്നിനെയും വിലയുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇത് ഇങ്ങനെ എക്സ് എടുക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപയാണ്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് എടുക്കുക. പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ എത്രയാണ്? 4 രൂപ കൂടുതലാണ്. പിന്നെ ഒരു പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. അപ്പോൾ എക്സ് -2. ഓക്കെ. ഇനി എന്താണ്? ഇങ്ങനെ 5 പുസ്തകം എത്രയാണ്? 5 പുസ്തകമാണ് വാങ്ങിയത്. അപ്പോൾ 5x + 4. പിന്നെ എത്ര പെൻസിലാണ് വാങ്ങിയത്? 5 പുസ്തകവും 2 പേന. 2 പേനയാണ് വാങ്ങിയത്. 2 പേന വാങ്ങി. അപ്പോൾ 2 പേന വാങ്ങിയിട്ടുണ്ട് 2x. പിന്നെ 3 പെൻസിൽ. അപ്പോൾ നമ്മൾ ഇത് ബുക്കാണ്, ഇത് പെൻസിലാണ്, പേനയാണ് എക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ പേനയുടെ വില എന്ന് പറയുന്നതാണ് എന്ത്? എക്സ് അല്ലേ? പേനയുടെ വില എന്ന് പറയുന്നതാണ് എക്സ്. ഓക്കെ. ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്? എക്സ് + 4. ഓക്കെ. എക്സ് കുറവ് 2 എന്നുള്ളത് എന്താണ്? പെൻസിലിൻ്റെ വിലയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ എത്ര ബുക്ക് വാങ്ങി? 5 എണ്ണമാണ് വാങ്ങിയത്. അപ്പോൾ 5x + 4. പിന്നെ പേന 2 എണ്ണം വാങ്ങി, അത് 2x. പെൻസിൽ 3x - 2. നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാണ്. അപ്പം 5x + 4 എന്ന് പറയുമ്പോൾ എന്താണ്? 5x + 20. അതാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ക്രിയ ചെയ്താണ് ഇവിടെ കാണുന്നത്. 5x + 20. 2x നമ്മൾ അതേപോലെ എഴുതി. 3x - 2 എന്ന് പറയുമ്പോൾ എന്താ? 3x - 3ഉം 2ഉം 6. 3x - 6 അതാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം കൂടിയാണ് 54 രൂപ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എക്സുകളൊക്കെ നമ്മൾ ഒരു ഭാഗത്തേക്ക് എഴുതുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 5x + 2x + 3x ഒരു ഭാഗത്ത് എഴുതി. അപ്പം നമ്മൾ എക്സുകളെയൊക്കെ ഒരു ഭാഗത്തേക്കാക്കി. 5x + 2x + 3x. ഈ സംഖ്യകളെയൊക്കെ വേറൊരു ഭാഗത്തേക്ക്. 54 ഇവിടുത്തെ +20 അങ്ങോട്ട് പോകുമ്പോൾ -20 ആവും. ഇവിടുത്തെ -6 അങ്ങോട്ട് പോകുമ്പോൾ +6 ആവും. ഓക്കെ. അപ്പോൾ 5xഉം 2xഉം 3xഉം കൂട്ടിയപ്പോൾ നമുക്ക് 10x കിട്ടി. അപ്പോൾ 54 കൂട്ടണം 6 എത്രയാണ്? 60. 60 കുറയ്ക്കണം 20 40. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയ എന്താണ്? 10x =
40. അപ്പോൾ എക്സ് സമം എത്രയ്ക്ക് 40/10, അതായത് 4 രൂപ. എക്സ് സമം എത്രയാണ്? 4 രൂപ. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എക്സ് സമം 4 രൂപ. ഓക്കെ, എക്സ് സമം 4 രൂപ. ഇനി പേനയുടെ വില എക്സ് ആണ്, പുസ്തകത്തിൻ്റെ വില എക്സ് പ്ലസ് 4ആണ്, അതായത് 8 രൂപ. പെൻസിലിൻ്റെ വില എക്സ് മൈനസ് 2ആണ്, അപ്പോൾ 2 രൂപ, അതായത് 4ൽ നിന്ന് 2 രൂപ കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ട കണക്കാണ്. ക്രിയകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ല തെറ്റിപ്പോകും. ഇനി കലണ്ടറിൽ 4 സംഖ്യകളുടെ ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താ പറയുക, ഒരു സ്ക്വയർ കലണ്ടറാണ്. അതിലുള്ള സംഖ്യകളൊക്കെ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത്? 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. സംഖ്യകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ സംഖ്യ നമ്മൾ എക്സ് ആക്കി എടുക്കുക. ഒരു സ്ക്വയർ ആണല്ലോ ഉള്ളത്. അതിലുള്ള 4 സംഖ്യകൾ, അതിന് എക്സ് എന്ന് എടുക്കാം, എക്സ് പ്ലസ് 1 എടുക്കാം, എക്സ് പ്ലസ് 7 എടുക്കാം, എക്സ് പ്ലസ് 8 എടുക്കാം. ഇതെല്ലാം കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത്? നമുക്ക് 80ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എക്സും എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8 ഇതൊക്കെ നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? എക്സ് 4x, 1, 2, 3, 4, 4x കിട്ടി. അതേപോലെ 1, 7, 8, 8, 8, 16. 4x പ്ലസ് 16 സമയം എത്രയാണ്? 8. അപ്പം 4xനെ മാത്രം ആക്കാൻ വെച്ചാൽ 80 കുറയ്ക്കണം 16. ഓക്കെ, 80 കുറയ്ക്കണം 16, 64. അപ്പോൾ 4x സമം 64. അപ്പോൾ എക്സ് സമം എത്രയാണ്? 64 ഹരിക്കണം 4, അപ്പോൾ 16. ഓക്കെ, ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 4x പ്ലസ് 16 80, 4x സമം 64, എക്സ് സമം 16. അപ്പോൾ സംഖ്യകൾ എത്രയാണ്? എക്സ് 16, എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 17, എക്സ് പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 23, എക്സ് പ്ലസ് 8 എന്ന് പറഞ്ഞിട്ട് 24. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സംശയം തോന്നുന്നത് എന്താ എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 8 ഒക്കെ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു കലണ്ടർ ആണെച്ചാൽ ഇവിടെ ഇപ്പം ചൊവ്വാഴ്ചയാണ്, അപ്പോൾ അടുത്ത ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച, അപ്പോൾ 1 കൂട്ടി. ഇനി അതിൻ്റെ അടുത്ത കലണ്ടറിൽ ഇതിപ്പം ചൊവ്വാഴ്ചയാണെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുന്ന അടുത്ത ചൊവ്വാഴ്ചയാണ്, അപ്പോൾ എന്താണ്? എക്സ് പ്ലസ് 7ആണ് വരിക. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് അതിൻ്റെ അടുത്തതാണ്. എക്സ് പ്ലസ് അടുത്ത ആഴ്ചത്തെ കാര്യമാണ് ഇതിൽ വരുന്നത്, അല്ലേ? അപ്പം ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച അടുത്ത ചൊവ്വ, ഈ ബുധനാഴ്ച അടുത്ത ബുധൻ, അങ്ങനെയാണ് വരുന്നത്. അതാണ് എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8 വരുന്നത്. ഇത് പേജ് നമ്പർ 89 കണക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ 92 പ്രോബ്ലം ആണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠഭാഗം കഴിഞ്ഞു. ഓക്കെ.